Hello students, welcome back to my YouTube channel. നമ്മൾ പ്ലസ് വണ്ണിലെ 7ാമത്തെ ചാപ്റ്റർ ഇക്വിലിബ്രിയം സന്തുലനാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഇക്വിലിബ്രിയം. നിങ്ങൾ പാഠത്തിൻ്റെ ഒരു ചെറിയ പോർഷനിൽ വന്നതാണ് ഇക്വിലിബ്രിയം. പ്ലസ് വണ്ണിൽ അത് വിപുലീകരിച്ച് ഒരു പാഠം തന്നെ തന്നിട്ടുണ്ട്. അതിന് പ്രോബ്ലംസ് ഡെറിവേഷൻസ് എല്ലാം പഠിക്കാനുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇക്വിലിബ്രിയം നിങ്ങൾ പഠിച്ചാൽ എന്താണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. പുരോപ്രവർത്തനത്തിന്റെ പാശ്ചാത്യ പ്രവർത്തനത്തിന്റെ നിരക്ക് തുല്യമാവുന്ന അവസ്ഥയാണ് എന്നുള്ളത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പല പല ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം പഠിക്കാം. ഫസ്റ്റ് ആണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം, ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം, സോളിഡ് വേപ്പർ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ്, വലിയ കാര്യമായിട്ട് പഠിക്കേണ്ട. ജസ്റ്റ് ഒരു എന്താണ് ഇക്വിലിബ്രിയം എന്നൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ 5ാമത്തെ ആയിട്ട് പഠിച്ചതാണ്. സോളിഡ് ലിക്വിഡ് വേപ്പർ ഇതൊക്കെ എന്താണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നർ ഈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അഡയബാറ്റിക് കണ്ടെയ്നർ. അഡയബാറ്റിക് എന്ന് പറയുന്ന തെർമോഡൈനാമിക്സിൽ കഴിഞ്ഞ എപ്പോഴും പഠിച്ചാണ്. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് വരികയില്ല, ഹീറ്റ് പുറത്തേക്ക് പോവുകയില്ല. ഹീറ്റ് ഒട്ടും ഒരു ചൂട് പുറത്തേക്ക് വരുമോ അകത്തേക്ക് പോവില്ലാത്തൊരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമ്മളൊരു ഒരു കിലോ ഐസ് എടുത്തു വെച്ചു. അതുപോലെ തന്നെ അതിന് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ചൂട് വന്നില്ല, ചൂട് പോകണമില്ല നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തണുപ്പുണ്ടല്ലോ, ഒരു ചൂടുണ്ടല്ലോ. ആ ഐസിന്റെ ഒരു ടെമ്പറേച്ചർ, വെള്ളത്തിന്റെ ഒരു ടെമ്പറേച്ചർ. ഈ ഐസ് കുറച്ച് കഴിയുമ്പോൾ തെറ്റും, ഈ വെള്ളത്തിനായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ഐസ് വെള്ളമായിട്ട് മാറാൻ നോക്കും. അവിടെ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. ഐസ് വെള്ളമാവും. അപ്പൊ തന്നെ ഈ വെള്ളം എന്തെങ്കിലും വെള്ളം ഐസിന്റെ ഒപ്പം കോണ്ടാക്ട് ചെയ്യുന്നത് വെള്ളം എന്തായിട്ട് മാറും? തിരിച്ച് ഐസായിട്ട് മാറും. അങ്ങനെ വെള്ളം ഐസായിട്ടും ഐസ് വെള്ളമായിട്ടും മാറിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതിന്റെ നിരക്ക്, സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് തുല്യമാകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയെ പറയുന്നതാണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. സോളിഡും ലിക്വിഡും തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം. ഒരുപാട് കൂടുതൽ തിയറീസും ഡെഫിനിഷൻസും നിങ്ങൾക്ക് ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് ഐഡിയ കിട്ടിയാൽ മതി. നെക്സ്റ്റ് ഉള്ള ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുത്തിട്ട് അത് നിങ്ങൾ തീ കൊടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്. ഈ ചൂട് ചെല്ലുമ്പോൾ വെള്ളം ആവിയായി നീരാവിയായി മുകളിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഇനി അതിന്റെ മുകളിൽ നമ്മൾ ഒരു ലിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാത്രത്തിൽ അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടപ്പിലേക്ക് ഈ നീരാവി ചെന്ന് തട്ടും. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല എന്ന് വിചാരിക്കാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലെ അടുക്കളയിലെ കണ്ടിട്ടുണ്ടാവും, കുറെ നേരം തിളപ്പിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പാത്രത്തിന്റെ അടപ്പ് നോക്കുമ്പോൾ അതിനകത്തൂടെ ലിക്വിഡ് മോളിക്യൂൾസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ? അത് എങ്ങനെ ഉണ്ടാവുക? അവിടുന്ന് പോകുന്ന നീരാവി ഇവിടെ പോയി പാത്രത്തിൽ തട്ടും. അപ്പൊ പാത്രത്തിന്റെ മുകളിൽ അടപ്പിന്റെ ടെമ്പറേച്ചർ എങ്ങനെ, ചൂടിന്റെ താപനില വെള്ളത്തിനങ്ങായോ അല്ലെങ്കിൽ താഴെയുള്ള പാത്രത്തിന്റെ താഴത്തിനങ്ങായോ കുറവല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പാത്രത്തിന്റെ മുകളിൽ തട്ടുമ്പോൾ അവിടെ ഒരു ചൂട് തണുപ്പ് അനുഭവപ്പെടുകയും ഈ പോയ നീരാവി അവിടെ ചെന്ന് വീണ്ടും ലിക്വിഡായിട്ട് മാറും. ഈ കുറെ നേരം കഴിയുമ്പോൾ ആദ്യം എന്തെങ്കിലും ഒറ്റടിക്ക് ഉണ്ടാവില്ല, പയ്യെ അല്ലെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ നല്ല ചൂടായി ഇവിടുന്ന് തന്നെ വെള്ളം നീരാവി ആയിക്കൊണ്ടിരിക്കും. ഈ നീരാവി മുകളിൽ പോയി ഇടിച്ചിടിച്ചിടിച്ച് തിരിച്ച് വെള്ളമായിക്കൊണ്ടിരിക്കും. കുറെ നേരം കഴിയുമ്പോൾ പുറമേന്ന് ഒരുപാട് പ്രശ്നത്തിന് ടെമ്പറേച്ചർ എഫക്ട്സ് ഇല്ല എന്ന് വെച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഇവിടുന്ന് പോകുന്ന അവിടുന്ന് വെള്ളം നീരാവിയായി പോകുന്ന റേറ്റും ഈ നീരാവി മുകളിൽ പോയി ഇടിച്ച് തിരിച്ച് വെള്ളമാകുന്ന റേറ്റും ഏകദേശം ഈക്വൽ ആവും. അങ്ങനൊരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവസ്ഥയെ പറയുന്നത് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. നെക്സ്റ്റ് വണ്ണാണ് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു സോളിഡ് ഒരു ഖരാവസ്ഥയിലിരിക്കുന്ന സാധനം ഡയറക്റ്റ് എന്താ വേപ്പറേക്കോ ആവിയോ. അതിന് എക്സാമ്പിളൊക്കെ പഠിച്ചാണ് ഏതൊക്കെയാണ്? കർപ്പൂരം, നാഫ്ത പോലുള്ള പാറ്റ് ഗുളിക,
ആ സാധനം സോളിഡിൽ ഖരാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ചെറിയൊരു ചൂട് കിട്ടിയാൽ അതെന്താവില്ല, വെള്ളമായിട്ട് മെൽറ്റ് ചെയ്യില്ല, ഡയറക്റ്റ് എന്തായിട്ടുള്ളൂ ഗ്യാസായിട്ട് ആവിയായിട്ട് പോകുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഇവിടെ ഒരു ടൈം നമ്മൾ ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ സബ്ലിമേഷൻ. ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്, അങ്ങനെയുള്ളതിനൊക്കെ സബ്ലിമേഷൻ. അപ്പോൾ ഈ സോളിഡ് വേപ്പർ ആവുന്നതും തിരിച്ച് വേപ്പർ സോളിഡ് ആവുന്നതും ഈക്വൽ ആണെങ്കിൽ അവിടെ പറയുന്ന എക്സിസ്റ്റന്റ് ഇക്വിലിബ്രിയം സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എത്ര ഉള്ളൂ, സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയമാണ് സോളിഡ് ഇക്വിലിബ്രിയം. ലിക്വിഡും വേപ്പറും സ്റ്റേറ്റ് തമ്മിലുള്ള എക്സിസ്റ്റന്റ് ഇക്വിലിബ്രിയമാണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. സോളിഡും വേപ്പറും തമ്മിൽ എക്സിസ്റ്റന്റ് ഇക്വിലിബ്രിയമാണ് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഓക്കെ, ബേസിക് ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയത്തിന്റെ ബേസിക് ഇൻട്രഡക്ഷൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല ഒരു ഫിസിക്കലി എങ്ങനെ ഇക്വിലിബ്രിയം മനസ്സിലായില്ലേ? ഫിസിക്കലി ഇന്ന് നമുക്ക് ഇവിടെ കൂടുതൽ പഠിക്കുന്നത് കെമിക്കലി എങ്ങനെയാണ് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം ഓർ ഡൈനാമിക് ഇക്വിലിബ്രിയം, ദ മൂവ്മെന്റ് ഓഫ് ഇക്വിലിബ്രിയം, അതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ പത്തി പഠിച്ചത് ജസ്റ്റ് നിങ്ങൾ പത്തി പഠിച്ചത് എ പ്ലസ് ബി എയും ബിയും എന്ന റിയാക്ടൻസ് കൂടിച്ചേർന്ന് സിയും ഡിയും എന്ന പ്രൊഡക്ട്സ് തന്നുകൊണ്ടിരിക്കുകയാണ്. എയും ബിയും റിയാക്ടൻസ് കൂടിച്ചേർന്ന് സിയും ഡിയും എന്ന പ്രൊഡക്ട്സ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് അറിയുന്നത്? ഇഫ് എ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ, നമ്മൾ എന്ത് കാണിക്കും? ഈ ആരോ വെച്ചാണ് ഇതെന്താണ്? മുകളിലത്തെ ആരോ ഫോർവേഡ് റിയാക്ഷൻ, ബാക്കിലത്തെ ആരോ ബാക്ക്വേർഡ്. എന്ത് കഴിവുണ്ട്? ദിസ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. ഈ റിയാക്ഷന് മുമ്പോട്ട് നടക്കാനും കഴിവുണ്ട്, പുറകോട്ട് വരാനും കഴിവുണ്ട്. റിയാക്ഷൻ എ പ്ലസ് ബി കൂടി ചേർന്ന് സി പ്ലസ് ബി ആവാനും പറ്റും, സി പ്ലസ് ബി തിരിച്ച് എ പ്ലസ് ബി ആയിട്ട് മാറാനും പറ്റും. ഇങ്ങനെയുള്ള റിയാക്ഷനാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെ, 10 പഠിച്ചാണല്ലേ? അപ്പൊ നിങ്ങൾ അവിടെ 10 പഠിച്ചാൽ എന്താ ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ എയും ബി കൂടിച്ചേർന്ന് സിയും ഡിയും ആയിക്കൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ സിയും ഡിയും കൂടി വരുമ്പോൾ ഒരു റിയാക്ഷൻ തിരിച്ചു നടക്കാൻ കഴിവുള്ളതാണെങ്കിൽ, റിവേഴ്സിബിൾ ആണെങ്കിൽ, ഈ സിയും ഡിയും തിരിച്ച് കൂട്ടിമുട്ടി റിയാക്ട് ചെയ്ത് അത് ബാക്കി എയും ബിയും ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ആദ്യം തന്നെ ഇത് ഒരുപോലെ അല്ല നടക്കുന്നത്. എയും ബിയും ആദ്യം ഒരുപാട് റിയാക്ട് ചെയ്ത് സിയും ഡി ഇങ്ങനെ ഉണ്ടായി സിയുടെ ഡേയുടെ റേറ്റ് കൂടി വരും, എയും ഡിയും കുറഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോൾ സിയും ഡിയും കൂടി കഴിയുമ്പോൾ സിയുടെ ഡിയും ഡിയും തിരിച്ചു പോകാൻ കഴിവുള്ളതുണ്ട്, റിവേഴ്സിബിൾ ആയതുകൊണ്ട് അത് രണ്ടും കൂട്ടിമുട്ടി എയും ബിയും ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ പറയുന്നതിനാണ് ഇക്വിലിബ്രിയം ഓർ കെമിക്കൽ ഇക്വിലിബ്രിയം. ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, സോ വി കോൾ ഇറ്റ് ആസ് എ കെമിക്കൽ ഇക്വിലിബ്രിയം. We can draw the graph of the equilibrium such as the x-axis representing time and y-axis representing concentration. നോക്കിയേ, ഇവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് കോൺസെൻട്രേഷൻ കൂടുമല്ലേ, ഇവിടെ നമുക്ക് വന്ന് ടൈം കൂടുക. അപ്പോ നമ്മുടെ എയും ബി ഉണ്ട്, സിയും ഡി ഉണ്ട്. ആദ്യം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം 0 ആകുമ്പോൾ നമ്മുടെ എന്ത് മാത്രമേ ഉള്ളൂ? എയും ബിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ രണ്ട് സാധനങ്ങൾ എയും ബിയും. ഈ എയും ബിയും കൂട്ടിമുട്ടി സിയുടെ ഉണ്ടായിട്ടിരിക്കുക. അപ്പൊ ആദ്യം തുടക്കത്തിൽ നമ്മുടെ ഏത് മാത്രമേ ഉള്ളൂ? എയും ബിയും. അപ്പോ ടൈമിൽ 0 ഒരു കോൺസെൻട്രേഷൻ ഇത്രയും എടുത്തില്ല, ഇത്രയും ഒരളവ് എന്തുണ്ട്? എയും ബിയും ഉണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് പറ്റും? അല്ല, ആദ്യമേ എയും ബി ഇത്ര ഉണ്ട്, സിയും ഡിയോ ഉണ്ടോ? ആദ്യം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. സിയും ഡിയോ ടൈം 0 കോൺസെൻട്രേഷൻ 0. എയും ബി ഇത്ര ഉണ്ട്, സിയും ഡിയോ ഒന്നുമില്ല, 0. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ എയും ബി കൂട്ടിമുട്ടി സിയും ഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഉള്ള എയും ബിയും എന്ത് ചെയ്യും? എയുടെ ബിയുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ്, ഗാഢത എന്ത് പറ്റും? കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ സമയം പോകുന്നത് എയും ബിയും പറ്റും എന്ത് കുറഞ്ഞ് അല്ലെ? കോൺസെൻട്രേഷൻ നോക്കി
സമയം അങ്ങോട്ട് പോകുന്നത് കോൺസെൻട്രേഷൻ ചെയ്യുക കുറയല്ലേ, താഴത്തേക്ക് പോവാം. ഇതേതാ എയും അല്ലെങ്കിൽ ബി. ഇനി സിയും ഡിയും ആണെങ്കിലോ തുടക്കത്തിൽ എന്താ സിയും ഡിയും? തുടക്കത്തിൽ സിയും ഡിയും ഇല്ലല്ലോ, ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ എയും ബിയും റിയാക്ട് ചെയ്ത് സിയും ഡിയും ഉണ്ടായതുകൊണ്ടിരിക്കും. അപ്പൊ സമയം പോകുന്നത് സിയും ഡിയും ഉണ്ടാകും, അതിന്റെ കോൺസെൻട്രേഷൻ കൂടി 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 സിയും ഡിയും ഉണ്ടായി ഇങ്ങനെ വരും അല്ലേ. ഇതിന്റെ ഗ്രാഫില സിയുടെ ഡിയുടെ സമയം പോകുന്നത് സിയും ഡിയും ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ എ ബിയും സിയും ഡി ആവും, സിയും ഡിയും തിരിച്ച് എയും ഡി ആവും. കുറച്ച് കഴിയുമ്പോൾ ഇത് രണ്ടും ആവുന്നതിന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഈക്വൽ ആവും. നോക്കിക്കേ, എയും ബിയും ഉണ്ടാവുന്ന റേറ്റ്, സിയും ഡിയും ഉണ്ടാവുന്ന റേറ്റ് ഒരു കോൺസ്റ്റന്റ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ട്രൈറ്റ് ലൈൻ രണ്ടിന് ഇങ്ങനെ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വാച്ച് ഇക്വിലിബ്രിയം. ഇതാണ് ഏത് ഇതിനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. യു ഷുഡ് ഏബിൾ ടു നോട്ട് അല്ലെങ്കിൽ ഡിനോട്ട് വാട്ട് വേർ ഈസ് ദി ഫോർവേഡ് റിയാക്ഷൻ, വേർ ഈസ് ദി ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇതാണ് ഫോർവേഡ്, ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എവിടെയൊക്കെ നടക്കുന്നത് എയും ബിയും കുറഞ്ഞു പോകുന്ന റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്? എന്ത് റിയാക്ഷൻ? ഫോർവേഡ് റിയാക്ഷൻ. സിയും ഡിയും കൂടി തിരിച്ചെടുക്കണോ? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ റിയാക്ടൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രൊഡക്ട്സ് കൂടിക്കൊണ്ടിരിക്കും. ഇത്രയാണ് ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ബേസിക് കൺസെപ്റ്റ്സ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ നിയമം ഇവിടെ നോക്കിയേ. ഒരു റിയാക്ഷൻ എ പ്ലസ് ബി റിവേഴ്സിബിൾ സി പ്ലസ് ഡി ആണ്. എ ബി കൂടി സി ഉണ്ടാവും, സി ഡി തിരിച്ച് എയും ബിയും ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിന് ഒരു വാല്യൂ ഉണ്ട്. ഒരു വാല്യൂ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു വാല്യൂ ഉണ്ട്. അത് എത്ര നടന്നു അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അതിന്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരു വാല്യൂ ഉണ്ട്. അതിനെപ്പറ്റി പറയുന്ന ഒരു ലോയാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ജസ്റ്റ് നമുക്ക് പറയാം എ പ്ലസ് ബി സി പ്ലസ് ഡി ആണെങ്കിൽ K is equal to concentration of C into concentration of D by concentration of A into concentration of B. അതായത് പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷന്റെ മൾട്ടിപ്പിൾ ഡിവൈഡ് ബൈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ മൾട്ടിപ്പിൾ. കോൺസെൻട്രേഷൻ എന്നൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. കാരണം അതായത് അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, അതിന്റെ ആ പേരുള്ള സാധനം ഒരു സൊല്യൂഷനിൽ അത് എത്രയുണ്ട് അതിന്റെ ഒരു അളവ്, ആ റേഷ്യോനെ പറഞ്ഞാണ് കോൺസെൻട്രേഷൻ. ഒരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷന്റെ മിക്സ്ചർ തന്നു കഴിഞ്ഞാൽ അതിൽ ബി എത്രയുണ്ട് അതാണ് ബിയുടെ കോൺസെൻട്രേഷൻ, സി എത്രയുണ്ട് അതാണ് സിയുടെ കോൺസെൻട്രേഷൻ. നമ്മൾ കോൺസെൻട്രേഷൻ കാണിക്കണേ ഇങ്ങനെ ഒരു ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കി ഈ റിയാക്ഷനെ കുറിച്ച് ഈ റിയാക്ഷനില് എല്ലാത്തിന്റെയും റിയാക്ഷൻസിന്റെ പ്രൊഡക്ട്സിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? എല്ലാത്തിനും 1 അല്ലേ? വേറെ ഒരു നമ്പർ ഇതിൽ കണ്ടിട്ടില്ല. അപ്പോ ഇങ്ങനെയാണോ എല്ലാ റിയാക്ഷനുകളും കണ്ടത്? ഇപ്പൊ അമോണിയ N2+3H2 അമോണിയ 2NH3, അവിടെ 2 ഉണ്ട് 3 ഉണ്ട്. അല്ലെങ്കിൽ പോയി H2+I2 2HA. ഇവിടെ 12. അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് വ്യത്യാസം വരുന്ന റിയാക്ഷനിലും ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. പറ്റുമോ? പറ്റില്ല. അതേപറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഫോർ എക്സാമ്പിൾ ഇതിനോ ഈ ഇക്വേഷന് പകരം നമ്മൾ എടുക്കണം AA പ്ലസ് BB CC പ്ലസ് DD. ക്യാപിറ്റൽ ABCD അല്ല, റിയാക്ടൻസ് പ്രൊഡക്ട്സ് സ്മോൾ ABCD അല്ല, അതിന്റെ നമ്പർ ഓഫ് മോൾസ്. അതായത് ഈ ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ A1 B സ്മോൾ b 1 C സ്മോൾ c 2 ക്യാപിറ്റൽ C ആണ് HI CD എന്ന് പറഞ്ഞാൽ ഈ മോളിനെ കുറിച്ച്
നോട്ട് സി ഡി എന്ന് പറഞ്ഞ പ്രത്യേകത ഇവിടെ ഡി ഇല്ല, ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ ഇവിടെ. അതായത് ഈ ലെവലില് നമ്പർ ഓഫ് നോട്ട്സുകളെ റെപ്രസെന്റ് ചെയ്ത ഒരു ഇക്വേഷൻ, ഒരു റിയാക്ഷൻ നടക്കുവാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ലോ പറയുകയാണ് ഇത്രയുള്ളൂ. ദ റേഷ്യോ ഓഫ് പ്രൊഡക്ട്സ് എന്നുള്ള മൾട്ടിപ്പിൾ ദ റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് the ratio of concentration of products raised to the power of raised to the power of the stoichiometric coefficients. അതായത് അതിന്റെ കൂടെ വന്ന സാധാരണ കോഎഫിഷ്യന്റ് നിങ്ങൾ പഠിക്കുന്ന മനസ്സിലായി. സിയുടെ കൂടെ വരുന്നത് സി റേസ് ടു സി പവർ ആയിട്ട് ചെയ്യുന്നത്, ഡിയുടെ കൂടെ വരുന്നത് ഡി റേസ് ടു ഡി ഓൾ ഡിവൈഡഡ് ബൈ റേഷ്യോ എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് product of concentration of products raised to some stoichiometric coefficients to the product of reactants in the concentration product raised to some stoichiometric coefficient. അതിന്റെ കോൺസ്റ്റന്റ് എത്രയാണോ അതും raised to power ആയിട്ട് വരും. ഇങ്ങനെ എഴുതിയോണ്ട് കാര്യമുള്ളൂ. ഇതെന്താ മനസ്സിലാക്കണ്ടേ? അവർ പറയണത് ഇങ്ങനെ റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ വാല്യൂ. ഒരു വാല്യൂ കിട്ടില്ല, അത് കാണുന്നതുമേ അല്ലേ? നമുക്ക് ഇതിന്റെ എണ്ണ അറിയാം, ഇതിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ അറിയാമെങ്കിൽ ഇത് നമുക്ക് ഡിവൈഡ് നോക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ വിൽ ഓൾവേസ് ബി കോൺസ്റ്റന്റ്. നമ്മൾ പൊതുവെ കോൺസ്റ്റന്റ് കാണിക്കാൻ വേണ്ടി കെ ആണ്. ഇക്വിലിബ്രിയത്തിനെ കാണിക്കാൻ നമ്മൾ കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കോൺസെൻട്രേഷനെ നമ്മൾ കെ സി എന്ന് ഉപയോഗിക്കും. കാരണം ഇത് നമ്മളിവിടെ ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡിന്റെ അളവിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്, ഗാഢത വെച്ചിട്ട്. അതായത് കോൺസെൻട്രേഷൻ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരുന്നു. നിങ്ങളുടെ ഒരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും, ഡി ഉണ്ടാവും. അതിന് മിക്സർ ആവുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എ എത്രയുണ്ട് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ എ എത്രയുണ്ട് അതിന്റെ നമ്പർ ഓഫ് മോൾസോ അതിന്റെ അളവോ ബോഡിയോ അതിന് ആ റേഷ്യോനെ പറയുന്ന പേരാണ്, ആ ഒരു അളവിനെ പറയുന്ന പേരാണ് ആ എയുടെ കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ അളവ് നമുക്ക് അറിയാം. ഇത് എവിടത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് അറിയാമെങ്കിൽ ഇങ്ങനെ ഇത് ഡിവൈഡ് വെച്ചാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഇക്വിലിബ്രിയം പറയാനോ ലോ ഓഫ് ഇക്വിലിബ്രിയം പറയുന്നത് ദിസ് വാല്യൂ വിൽ ബി കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. വി ഡിനോട്ട് ഇറ്റ് ആസ് കെ സി. ഇത് എപ്പോഴാണ് ഈ കെ സി എപ്പോഴും നടക്കും നോക്കിക്കോ. എന്റെ കൂട്ടി സിയും ഡിയും ഉണ്ടാവുക. അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ മാത്രമാണ് we can say that Kc is equal to C raised to C, B raised to D, B raised to A, B raised to B. കാരണം പ്രൊഡക്റ്റ് ഇവിടെ ഇല്ല, റിയാക്ഷൻ ഇത് ഇവിടെ അല്ലെ ഫോർവേഡ് റിയാക്ഷൻ എടുക്കുമ്പോൾ. പക്ഷെ ബാക്ക്വേർഡ് റിയാക്ഷൻ നോക്കിയെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് റിയാക്ഷൻ എടുക്കണമെങ്കിൽ ഇവിടെ ഇത് രണ്ടും കൂട്ടി ഇതായിക്കൊണ്ടിരിക്കുക. സിയും ഡിയും കൂട്ടി എയും ബിയും ആകുമ്പോൾ നോക്കിയേ ഇത് റിയാക്ഷനും ഇത് പ്രൊഡക്റ്റുമായിട്ട് വന്നേ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഞാൻ കെ ഡാഷ് ടി എത്തുന്നത് ബാക്ക്വേർഡ് ഇതൊരു ഇത് രണ്ടും കൂട്ടി ഇത് രണ്ടും ഉണ്ടാവാം ബാക്ക്വേർഡ് നോക്കും. അപ്പൊ എന്തൊരു അതെ പ്രൊഡക്റ്റ് ഇത് രണ്ടല്ലേ എ റൈസ് ടു എ, ബി റൈസ് ടു ബി, സി റൈസ് ടു സി, ഡി റൈസ് ടു ഡി അല്ലെ. ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻ കാണാൻ പറ്റുന്നു. നേരെ ഇതിന്റെ റെസിപ്രോക്കൽ ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്താൽ കെ ഡാഷ് സി ഈസ് ഈക്വൽ ടു 1/kc. ഇതിന് നേരെ റെസിപ്രോക്കൽ തന്നതും ബാക്ക്വേർഡ് ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. ദാറ്റ് ഈസ് കെ ഡാഷ് സി ഈക്വൽ ടു 1/kc എന്ന് കിട്ടും. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റിലേഷൻ. ദാറ്റ് ഈസ് ഇത് പഠിക്കണം. കെ ഡാഷ് സി ഈക്വൽ ടു 1/kc. ഓൾസോ യു ഷുഡ് ഏബിൾ ടു റൈറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് വെൻ യുവർ ഇക്വേഷൻ ഈസ് ഗിവൻ. ഒരു ഇക്വേഷൻ കഴിഞ്ഞാൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏതാണ് നിങ്ങൾ പഠിക്കണം. എക്സാമ്പിൾ H2 + I2 = 2HI നിങ്ങൾ സ്വന്തം എഴുതി നോക്കുക. എഴുതുകയും നിങ്ങൾ ബോർഡിൽ എഴുതാൻ മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറയുന്നത് ഇവിടെ ഏതാ ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് ഏതാ HI അല്ലേ. HI ഒരേ ഒരു പ്രൊഡക്റ്റ് HI റൈസ് ടു കോൺസെൻട്രേഷൻ ചെയ്തിട്ട് റൈസ് ടു കോഷ്യന്റ് 2
ഡിവൈഡ് ബൈ പ്രോഡക്റ്റ് റിയാക്ടൻസ് എടുക്കുക H2 I2 H2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്കുലർ റേസ് ടു എന്തെങ്കിലും ഉണ്ടോ അവിടെ പവർ ഉണ്ടോ കാരണം ഇവിടെ ഇല്ല കോഫിഷ്യന്റ് ഇല്ല H2 ഇവിടെ 1 അല്ല ഇതൊരിക്കലും കോഫിഷ്യന്റ് അല്ല ഇതാണ് മോളിക്കുലർ എക്സിസ്റ്റൻ H2 ഹൈഡ്രജൻ 2 മോളിക്കുലർ കൂടി ചേർന്നായിരിക്കണം അതുകൊണ്ട് H2 എന്ന് നമ്മൾ പറയുള്ളൂ അല്ലാതെ അവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് പറയണില്ല ജസ്റ്റ് 1 നമ്പർ ഓഫ് മോൾസ് ഉള്ളൂ ഇവിടെ എച്ചും ഐയും കൂടിയിരിക്കുന്നു HI അങ്ങനെ എത്ര H ഉണ്ട് 2 H ഉണ്ട് നമ്പർ ഓഫ് മോൾസ് 2 അതുകൊണ്ട് H2 ഇവിടെ H2 എന്ന് ഒരു മോളിക്കൂൾ I2 എന്ന് ഒരു മോളിക്കൂൾ H2 raised to 1 I2 raised to 1 ഇവിടെ I2 raised to 1 ആ 1 കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല ഇങ്ങനെയാണ് എന്ത് ചെയ്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യണം ഇക്വേഷൻ കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഇനി ഏത് ഇക്വേഷൻ എന്നാലും എഴുതാൻ